മണിക്കൂർ കളിച്ച ശേഷം അവർ തിരിച്ചു പോകും. പുറത്തുനിന്നുള്ള ആളുകൾ കാണുന്ന സമയത്ത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഇത്രയും ഉന്നത പദവിയിലിരുന്ന വലിയ പ്രസ്ഥാനങ്ങളിലൊക്കെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാർ അദ്ദേഹം കുട്ടികളെ കൂടെ കളിച്ച് നടക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ എന്നാണ് നാട്ടുകാർ ചിന്തിച്ചത്. പക്ഷെ ഡോക്ടറിന് അവിടെ വന്ന് വ്യായാമം ചെയ്ത കുട്ടികൾ അവരുടെ ഉള്ളിൽ ദേശഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ നേരത്തെ പാടിയ പോലെയുള്ള ഗണഗീതങ്ങൾ പാടി കുറെ കളികൾ കളിച്ചു. അവരുടെ ഉള്ളില് നല്ല വ്യക്തികളെയാണ് നിർമ്മിച്ചെടുത്തത്. പല സ്ഥലത്ത് അദ്ദേഹം യാത്ര ചെയ്ത് ഒരുപാട് ദൂരം നടന്ന് പല പല സ്ഥലങ്ങളിൽ പോയി അവിടെയൊക്കെ യാത്ര ചെയ്ത് അവിടെയൊക്കെ ഇതേപോലെ ശാഖകൾ ആരംഭിച്ചു. ഈ ശാഖകളിൽ നിന്ന് വളർന്നു വന്ന വിദ്യാർത്ഥികൾ അവര് പഠിക്കാൻ വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവര് പഠനത്തോടൊപ്പം അവർ പോയ സ്ഥലങ്ങളെല്ലാം ശാഖ ആരംഭിച്ചു. അങ്ങനെ നമുക്കറിയാം, കാശി സർവകലാശാലയിൽ പോയ ബയ്യാജി ദാണി വിദ്യാർത്ഥിയായിട്ട് പോയ ആളാണ്. അദ്ദേഹം അവിടെ ശാഖ ആരംഭിച്ചു. ദത്തോപന്ത് ടെങ്കടി അദ്ദേഹം കേരളത്തിൽ വന്ന് ശാഖ ആരംഭിച്ചു. ദാദാറാവ് പരമാർത്ഥ് തമിഴ്നാട്ടിൽ പോയി ശാഖ ആരംഭിച്ചു. യാദവറാവ് ജോഷി അദ്ദേഹം കർണാടകയിൽ പോയി ശാഖ ആരംഭിച്ചു. അങ്ങനെ പഠിക്കാൻ വന്ന ആളുകൾ പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ പോയി അവിടെ ശാഖ ആരംഭിച്ചു. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെല്ലാം സംഘത്തിന്റെ പ്രചാരകന്മാരായി മാറി, മുഴുവൻ സമയ പ്രവർത്തകരായി മാറി. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ 18-20 വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഓരോ സ്ഥലത്തും പോയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് 21-ാം വയസ്സിൽ അവർ പ്രചാരകമായിട്ട് മാറുകയാണ്, മുഴുവൻ സമയ പ്രവർത്തകരായി മാറുകയാണ്. 1942 ദത്തോപന്ത് ടെങ്കടി എന്ന് പറയുന്ന ബിരുദധാരി ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ലോ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. അദ്ദേഹം കോഴിക്കോട് എത്തുന്ന സമയത്ത് ഇവിടുത്തെ ഭാഷ അറിയില്ല, ഇവിടുത്തെ വേഷം അറിയില്ല, ഇവിടുത്തെ ആളുകളെ പരിചയമില്ല, ഇവിടുത്തെ ഭക്ഷണ രീതി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ട്, ഞാൻ പോകുന്ന സ്ഥലത്ത് സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കണം. കോഴിക്കോട് വന്ന് ഒരു പരിചയ കത്തുമായിട്ടാണ് കോഴിക്കോട് എത്തുന്നത്. ഇവിടെ ഒരു വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പരിചയമില്ലാത്ത ആളുകളെ പോയി പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട ഓരോ ആളുകളെയും അദ്ദേഹം സുഹൃത്തുക്കളാക്കി മാറ്റി. ആ സുഹൃത്തുക്കളെ പിന്നീട് സംഘത്തിന്റെ സ്വയംസേവകരാക്കി മാറ്റി. ആ സ്വയംസേവകരെ കാര്യകർത്താക്കളാക്കി മാറ്റി. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്ത് 42-ല് ഇതേപോലെയുള്ള വിദ്യാർത്ഥിയാണ്, അദ്ദേഹം പോയി അവിടെ ആരംഭിച്ചു. അതേപോലെ പാലക്കാട് മറ്റൊരു വിദ്യാർത്ഥി പോയി അവിടെ ആരംഭിച്ചു. സ്വയംസേവക സംഘം എന്ന് കേൾക്കുന്ന സമയത്ത് ആരും വില കൽപ്പിച്ചില്ല സംഘത്തെ. കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതിയും കാര്യങ്ങളെല്ലാം കണ്ട സമയത്ത് ആളുകൾക്ക് ധാരണ വന്നു, ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, സമൂഹത്തിൽ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നു.